ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപം അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞു. അയ്യന്തോളിലെ വീടിന്റെ എതിർവശത്തെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. തന്നെ ലക്ഷ്യമിട്ടുള്ള സ്ഫോടനമാണ് നടന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. സംഭവം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 10:45ഓടെയായിരുന്നു സംഭവം. ശോഭ സുരേന്ദ്രന്റെ എതിർവശത്തെ വീടിന് മുൻപിലെ തറയിൽ വീണാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. സംഭവ സമയത്ത് ശോഭ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു. സ്ഫോടക വസ്തു ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പരിസരവാസികൾ വിവരം അറിയുന്നത്. സംഭവം അറിഞ്ഞയുടൻ സിറ്റി എസ്.പിയുടെ നേതൃത്വത്തിൽ ടൗൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്തി. ഒരു കാർ പ്രദേശത്ത് സംശയാസ്പദമായ രീതിയിൽ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ തെളിവുകൾ ശേഖരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ആക്രമണം തന്നെ ലക്ഷ്യം വെച്ചാണെന്നും തന്റെ വീടാണെന്നു കരുതി തെറ്റിയെറിഞ്ഞതാണെന്നും ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു. വളരെ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന 2 വീട്ടുകാരും പുറത്തിറങ്ങി. അത്രയും വലിയ ശബ്ദത്തിലാണ് ഇത് പൊട്ടിത്തെറിച്ചത്. ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. വീട് മാറി എറിയുകയാണെങ്കിൽ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ നീങ്ങിയിട്ട് എറിയാമായിരുന്നല്ലോ. നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് കറക്റ്റായിട്ട് തന്നെ അത് എറിയണമെന്ന് നിർബന്ധമില്ല. പാനൂരിലും മൊകേരിയിലും പ്രസംഗിച്ചാൽ അവിടെ വെച്ച് തന്നെ തീർക്കുമെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പ്രസ്ഥാനം തീരുമാനിച്ച സ്ഥലത്തെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാല് പിറകിൽ വയ്ക്കുമെന്ന് ആരും ധരിക്കേണ്ട. പക്ഷെ പോലീസ് അധികാരികൾ അവരുടെ ദൗത്യം നിർവഹിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പൊട്ടിത്തെറിയുണ്ടായ സ്ഥലം പ്രധാനമാണെന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ വ്യക്തമാക്കി. പൊട്ടിത്തെറിച്ച സാധനത്തിന്റെ ഇന്റൻസിറ്റി കൂടുതലില്ലെങ്കിലും സ്ഥലത്തിന്റെ പ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിക്കാനാണ് തീരുമാനിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച ബി.ജെ.പി. തൃശൂർ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.